കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ആണ്. സ്പെസിഫിക്കലി ഐൻസ്റ്റൈൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് കണ്ടു. ഐൻസ്റ്റൈൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് പറയുന്നത് സ്മോൾ ഇനഫ് റീജിയൻസ് പരിഗണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പരിഗണിക്കുകയാണെങ്കിൽ ഒരു ആക്സിലറേറ്റഡ് റെഫറൻസ് ഫ്രെയിമിനെയും ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെയും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, നോ എക്സ്പെരിമെന്റ്സ് ക്യാൻ ടെൽ us whether we are actually accelerating or we are in a gravitational field. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ഉപയോഗിച്ച് ആക്സിലറേറ്റഡ് റെഫറൻസ് ഫ്രെയിമിലെ ചില എഫക്ട്സ് പഠിക്കുന്നതിലൂടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അതായത് ആക്സിലറേറ്റഡ് റെഫറൻസ് ഫ്രെയിമിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഗ്രാവിറ്റേഷണൽ ഫീൽഡിനും സംഭവിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ശരിയാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന എഫക്റ്റ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് ആണ്. ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റം. നമ്മൾ ആക്ച്വലി കാണാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആക്സിലറേറ്റഡ് റെഫറൻസ് ഫ്രെയിമിൽ നോക്കാം. അപ്പോൾ നേരത്തെ പോലെ നമുക്ക് ഇവിടെ ഒരു ക്യാബിൻ ഉണ്ട്. ഈ ക്യാബിൻ ആക്സിലറേറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ ആക്സിലറേഷൻ ആണ് ഇവിടെ എ വെക്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ വേറെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒന്നുമില്ല, ഇന്റർസ്റ്റെല്ലാർ സ്പേസിലാണ് ഇതുള്ളത്. ഇനി ഈ ചേംബറിന്റെ മുകളിൽ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സ് വേവ്സ് എമിറ്റ് ചെയ്യുന്നു. ഈ വേവിന്റെ ഫ്രീക്വൻസി എഫ് എന്ന് നമുക്ക് എഴുതാം. Okay, so here we have got a light source which emits waves of frequency f. Right. അതുപോലെ ഈ ചേംബറിന്റെ ചോട്ടിൽ ഈ ചേംബറിന്റെ ഹൈറ്റ് h ആണ്. h കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചേംബറിന്റെ താഴെ at the bottom of the chamber there is a detector. ഈ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് വളരെ സിമ്പിൾ ആണ്. മുകളിൽ നിന്ന് ഒരു ലൈറ്റ് ഈ ചേംബറിന്റെ മുകൾ ഭാഗത്ത് നിന്ന്, ഈ മുകൾ ഏതാണ് താഴെ ഏതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആക്സിലറേഷന്റെ ഡയറക്ഷൻ വെച്ചാണ്, അത് അവിടെ നിൽക്കട്ടെ. മുകളിലുള്ള ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി താഴെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഇതിന്റെ ഫ്രീക്വൻസി നമുക്കറിയാം എഫ് ആണെന്ന്. ഇതിന്റെ ഫ്രീക്വൻസി നമുക്കറിയാം, അതായത് എമിറ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രീക്വൻസി എഫ് ആണെന്ന് നമുക്ക് അറിയാം. ഇനി താഴെയുള്ള ഡിറ്റക്ടറിൽ നോക്കും, നമ്മൾ ഈ ലൈറ്റിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുമ്പോൾ എഫ് എന്നുള്ള ഫ്രീക്വൻസി തന്നെയാണോ കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. സോ വി ആർ കൺസിഡറിങ് ആൻ ആക്സിലറേറ്റഡ് ചേംബർ. ഇതിന്റെ ആക്സിലറേഷൻ എ ആണ്, ഡയറക്ഷന് മാറ്റമില്ല. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മൊമെന്റിലും അതിന്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ലൈറ്റ് വേവ് എമിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വി ആയിട്ട് എടുക്കുക. അതായത് സോഴ്സിന്റെ സ്പീഡ്, ഇവിടെയാണ് സോഴ്സ് ഉള്ളത്, സോഴ്സിന്റെ സ്പീഡ് വി ആണ്. അതായത് എന്താണ്, സിഗ്നൽ എമിറ്റ് ചെയ്ത സമയത്തുള്ള സ്പീഡ് വി ആണ്. ഓക്കെ, ഇനി ഇത് ഈ ലൈറ്റ് ഇവിടെ നിന്നുള്ള ലൈറ്റ് ബീം അല്ലെങ്കിൽ ലൈറ്റ് വേവ് താഴെ എത്തുമ്പോഴേക്കും ടി എന്നുള്ള സമയം കടന്നുപോയി എന്ന് കരുതുക. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ടി എന്നുള്ള സമയം കഴിഞ്ഞുള്ള സ്പീഡ്, ഇതിന്റെ ആക്സിലറേഷൻ നമുക്കറിയാം, ഇനീഷ്യൽ സ്പീഡ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടി എന്നുള്ള സമയം കഴിഞ്ഞുള്ള സ്പീഡ് എന്ന് പറയുന്നത് വി പ്ലസ് എ ടി ആയിരിക്കും. റൈറ്റ്, ഇനീഷ്യൽ സ്പീഡ് പ്ലസ് എ ടി. അപ്പോൾ ഇത് നമുക്കറിയാവുന്നതാണ്. ഫൈനൽ സ്പീഡ് എന്ന് പറയുന്നത് ഫൈനൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ സ്പീഡ് പ്ലസ് എ ടി. നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഫൈനൽ സ്പീഡ് എന്ന് പറയുന്നത് വി പ്ലസ് എ ടി. അതായത് സോഴ്സിന്റെ സ്പീഡ് വി ആയിരുന്നു ലൈറ്റ് ബീം എമിറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ലൈറ്റ് വേവിന് എമിറ്റ് ചെയ്തപ്പോൾ. അതേസമയം ഡിറ്റക്ടറിന്റെ സ്പീഡ് വി പ്ലസ് എ ടി ആണ്. ഡിറ്റക്ടറിന്റെ സ്പീഡ് വി പ്ലസ് എ ടി ആണ്. അതായത് ഈ സോഴ്സും ഡിറ്റക്ടറും തമ്മിൽ എ ടി എന്നുള്ള സ്പീഡിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോഴ്സും അതുപോലെ ഡിറ്റക്ടറും തമ്മിൽ ഉള്ള സ്പീഡിന് ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എ ടി ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എ ടി. ഓക്കെ, വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ സോഴ്സും ഡിറ്റക്ടറും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട്. സോഴ്സും ഡിറ്റക്ടറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട്. ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എ ടി എന്നുള്ളതാണ്. നമുക്കറിയാം സോഴ്സും ഡിറ്റക്ടറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടാവും. ഈ ഡോപ്ലർ ഷിഫ്റ്റ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡോപ്ലർ ഷിഫ്റ്റിന്റെ ഫോർമുല നമുക്കറിയാം, എഫ് പ്രൈം ഇസ് ഈക്വൽ ടു, ഓക്കെ, അതായത് ഡിറ്റക്റ്റഡ് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 plus delta v divided by c divided by 1 minus delta v divided by c. ഡോപ്ലർ എഫക്റ്റിന്റെ ഫോർമുല, ഡോപ്ലർ ഷിഫ്റ്റിന്റെ ഫോർമുല നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ അസംഷൻ ഇവിടെയുള്ള സ്പീഡ്സ് ലൈറ്റിന്റെ സ്പീഡിനേക്കാളും വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെൽറ്റ വി ഡിവൈഡ് ബൈ സിയും ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിലുള്ള ഡെൽറ്റ വി ഡിവൈഡ് ബൈ സി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കാം. ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ്ലി എഫ് മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതാം. ഇവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ ഇതാണ്, എഫ് പ്രൈം ഇസ് ഈക്വൽ ടു എഫ് മൾട്ടിപ്ലൈഡ് ബൈ ന്യൂമറേറ്ററിനെ 1 പ്ലസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ സി ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. ഡിനോമിനേറ്ററിനെ
1 മൈനസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ സി ഹോൾ റേസ് ടു മൈനസ് 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇത് ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ഓർഡർ ടേംസ് മാത്രം റിട്ടേൺ ചെയ്യുക. ഡെൽറ്റ വി ഡിവൈഡ് ബൈ സിയിലുള്ള ഫസ്റ്റ് ഓർഡർ ടേംസ് മാത്രം റിട്ടേൺ ചെയ്യുക, ബാക്കി നെഗ്ലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ബൈനോമിയൽ എക്സ്പാൻഷൻ നടത്തുമ്പോൾ ദിസ് ബിക്കംസ് 1 പ്ലസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ 2c. ഓക്കെ, അതുപോലെ ഇവിടെ ദിസ് ബിക്കംസ് 1, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെയും പവറിൽ മൈനസ് ആണ്. സോ ദിസ് ഓൾസോ ബിക്കംസ് 1 പ്ലസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ 2c. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഫസ്റ്റ് ഓർഡർ ടേംസ് മാത്രം റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ദിസ് ബിക്കംസ് എഫ് മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ 2c, അതായത് 1നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ 2c, ബാക്കി ഹയർ ഓർഡർ ടേംസ് ആണ്. ഓക്കെ, പ്ലസ് എറ്റ്സെട്ര ഹയർ ഓർഡർ ടേംസ് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അപ്പോൾ ഡെൽറ്റ വി ഡിവൈഡ് ബൈ 2c പ്ലസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ 2c എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ഡിവൈഡ് ബൈ c ആണ്. അങ്ങനെയാണ് നമുക്ക് എഫ് പ്രൈം ഇസ് ഈക്വൽ ടു, ഓർ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ c എന്ന് കിട്ടുന്നത്. ദിസ് ഇസ് സിംപ്ലി ദ ഡോപ്ലർ ഷിഫ്റ്റ് വി ആർ ഫെമിലിയർ വിത്ത്. ഓക്കെ, അതായത് സോഴ്സും ഡിറ്റക്ടറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഡോപ്ലർ ഷിഫ്റ്റിനുള്ള ഫോർമുലയാണിത്. ഓക്കെ, so we have f prime is equal to f multiplied by 1 plus delta v divided by c. Okay, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, f prime is equal to f plus f delta v divided by c, or f prime minus f is equal to f delta v divided by c, or f prime minus f divided by f is equal to delta v divided by c. ഈ എഫ് പ്രൈം മൈനസ് എഫ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ്. ഇത് നമുക്ക് ഡെൽറ്റ എഫ് എന്ന് എഴുതാം. റൈറ്റ്, സോ വി ഗെറ്റ് ദിസ് റിസൾട്ട് ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ സി. ഡെൽറ്റ വി എന്ന് പറയുന്നത് സോഴ്സും ഡിറ്റക്ടറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡാണ്, വിച്ച് വി ഫൗണ്ട് വാസ് 80 ഇൻ ദിസ് കേസ്. നമ്മുടെ കേസിൽ അത് ആക്സലറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ടൈം ടേക്കൺ 80 ആയിരുന്നു. റൈറ്റ്, ഇനി ചേംബറിന്റെ ഹൈറ്റ് h ആയത് കാരണം ടി എന്ന് പറയുന്നത് ലൈറ്റിന് മുകളിൽ താഴേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ സി, റൈറ്റ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു എ എച്ച് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. റൈറ്റ്, ഇനി ഇത് ആക്സിലറേറ്റഡ് റെഫറൻസ് ഫ്രെയിമിലാണ്. നമ്മൾ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, റൈറ്റ്, നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്ന സ്മോൾ ജി, ഇവിടെ എ എന്നതിന്റെ സ്ഥാനത്ത് സ്മോൾ ജി ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈക്വലൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു ജി എച്ച് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇവിടെ എ എന്നുള്ളതിന് പകരം നമ്മളിവിടെ ജി ഇട്ടു എന്ന് മാത്രം. ഓക്കെ, അതായത് ആക്സിലറേറ്റഡ് റെഫറൻസ് ഫ്രെയിമിൽ ഫ്രീക്വൻസിക്ക് മാറ്റം ഉണ്ടാകും നമ്മൾ കണ്ടു. അതേ രീതിയിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലും ഫ്രീക്വൻസിക്ക് മാറ്റം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഈക്വലൻസ് പ്രിൻസിപ്പിൾ ശരിയാവുള്ളൂ. Okay, so from equivalence principle we see that the frequency of light or frequency of a signal should change in a gravitational field. Okay, specifically in a gravitational field ഉണ്ട്. ഓക്കെ, ഇവിടെ സോഴ്സ്, ഒരു സോഴ്സ് എച്ച് എന്നുള്ള ഹൈറ്റിൽ വെക്കുക, അതിൻ്റെ വേറൊരു കോപ്പി താഴെ ഗ്രൗണ്ടിൽ വെക്കുകയാണെങ്കിൽ ഇതിലുള്ള ഫ്രീക്വൻസീസ് തമ്മിൽ ജി എച്ച് ഡിവൈഡ് ബൈ സി സ്ക്വയർ എന്നുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ മുകളിലുള്ള സോഴ്സിന്റെ ഫ്രീക്വൻസി താഴെയുള്ള സോഴ്സിന്റെ ഫ്രീക്വൻസിയെക്കാളും കൂടുതലായിരിക്കും. സോ ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ അറ്റ് എ ഹൈറ്റ്. ഇനി നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത് ഒരു വേവിന്റെ നമ്പർ ഓഫ് സൈക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ് വെച്ചിട്ടാണെങ്കിൽ, നമ്മൾ പറയാണ് 10 വേവ്സ് കടന്നു പോകുമ്പോഴാണ് ഒരു സെക്കൻഡ് ആവുന്നത്. അതായത് അതിന്റെ ഫ്രീക്വൻസി ഈസ് 10 വേവ്സ് പെർ സെക്കൻഡ് ഓർ 10 സൈക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, വേറെ പറയാൻ നമ്മൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ പീരിയഡ് എന്ന് എഴുതും. അപ്പോൾ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നതെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം കടന്നു പോകുന്ന ടൈം ഇലാപ്സ്ഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ഇലാപ്സ്ഡ് കടന്നുപോയ സമയം കുറയാന്ന് പറഞ്ഞാൽ ക്ലോക്ക് കൂടുതൽ വേഗത്തിൽ ഓടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഈ ഡയറക്റ്റായിട്ട് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ 2 ക്ലോക്കുകൾ വെക്കുകയാണ്. ഒന്ന് താഴെ ഗ്രാവിറ്റേഷൻ ഫീൽഡിനോട് എടുത്ത് ഇപ്പോൾ എർത്തിന്റെ സർഫസിനോട് എടുത്തും ഒന്ന് വളരെ ഉയരത്തിലുമാണെങ്കിൽ മുകളിലുള്ള ക്ലോക്ക് കുറെ കൂടെ വേഗത്തിൽ, മുകളിലുള്ള ക്ലോക്കിൽ കുറെ കൂടെ വേഗത്തിൽ സമയം കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് ഒരു സെക്കൻഡിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് താഴെയുള്ള ക്ലോക്കിൽ കുറച്ചുകൂടെ ലോങ്ങർ ആയിരിക്കും, മുകളിലുള്ള ക്ലോക്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇതിനാണ് ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ, അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ അടുത്ത് ക്ലോക്കുകൾ സ്ലോ ആകും.
പ്രത്യേകിച്ചും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണെങ്കിൽ ഈ ടൈം ഡൈലേഷൻ്റെ എഫക്റ്റും കൂടുതൽ പ്രൊനൗൺസ്ഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളാരെങ്കിലും ഇൻറ്റർസ്റ്റെല്ലാർ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന ടൈം ഡൈലേഷൻ ഈ ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ ആണ്. അപ്പോൾ അതിലൊരു കഥാപാത്രം ബ്ലാക്ക് ഹോളിൻ്റെ വളരെ അടുത്ത് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഇയാളും മകളും തമ്മിലുണ്ടാകുന്ന പ്രായ വ്യത്യാസത്തെക്കുറിച്ചൊക്കെയാണ് സിനിമയിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇൻറ്റർസ്റ്റെല്ലാർ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഈ ഏജിങ്ങിൻ്റെ എഫക്റ്റ്, സർപ്രൈസിങ് ആയിട്ടുള്ള ഏജിങ്ങിൻ്റെ കാരണം ഈ ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ ആണ്. ഇപ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ ഒക്കെ വളരെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ സമയം വളരെ പതുക്കെ ആയിരിക്കും കടന്നു പോവുക. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് പ്രകാരം there has to be a change in frequency of a light wave falling in Earth's gravity. എർത്തിൻ്റെ ഗ്രാവിറ്റിയിൽ വീണുകൊണ്ടിരിക്കുന്ന ലൈറ്റ് വേവ് എടുക്കുകയാണെങ്കിൽ, ലൈറ്റ് ബീം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കാര്യം എക്സ്പെരിമെൻ്റിൽ വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, പൗണ്ട് ആൻഡ് റെബ്ക എക്സ്പെരിമെൻ്റ് അല്ലെ പൗണ്ട് റെബ്ക എക്സ്പെരിമെൻ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് they did it in 1959. സോ പൗണ്ട് ആൻഡ് റെബ്ക അവർ ഉപയോഗിച്ചത് 14.4 കിലോ ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോൺ, ഇത്ര എനർജിയുള്ള ഫോട്ടോൺസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഫോട്ടോൺസ് വരുന്നത് 57 കൊബാൾട്ടിൻ്റെ റേഡിയോ ആക്റ്റീവ് ഡീക്കയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോൺസിനെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വീഴാൻ അനുവദിച്ചു. ഓക്കെ, അതായത് ഒരു വലിയ ടവറിൻ്റെ മുകളിൽ നിന്ന് ഈ ഫോട്ടോൺസിനെ താഴേക്ക് സെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഡിസ്റ്റൻസ് 22.6 മീറ്റേഴ്സ് ആണ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ്. ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ഒറിജിനൽ ഫ്രീക്വൻസി, അത് GH ഡിവൈഡ് ബൈ C² ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓൾറൈറ്റ്, ഇത് ഈ കേസിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ നമ്പർ കംസ് ഔട്ട് ടു ബി 2.46 into 10⁻⁻15. വളരെ ചെറിയൊരു എഫക്റ്റ് ആണ്, 10⁻⁻15 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ അത്രയും പ്രിസൈസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നമുക്ക് നടത്താൻ കഴിയണം. ഓൾറൈറ്റ്, സോ യു ഹാവ് ടു ബി ഏബിൾ ടു മേക്ക് മെഷർമെന്റ്സ് ടു എ പ്രിസിഷൻ ഓഫ് 1 part in 10⁻15. അത്രയും പ്രിസൈസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തുക. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ സ്ലോപ്പി ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ നമ്മുടെ എറർ മാർജിനേക്കാളും വളരെ കുറവാണിതെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് നടത്താൻ കഴിയില്ല. അതായത് അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് നടത്തിയാലേ ഈ എഫക്റ്റ് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർ മെഷർ ചെയ്ത റിസൾട്ട് എന്ന് പറയുന്നത് 2.57 into ±0.26 മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻15. ഓക്കെ, അപ്പോൾ അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ നടത്താൻ കഴിഞ്ഞു. ഓൾറൈറ്റ്, അപ്പോൾ അത് ഈ ഒരു റേഞ്ചിലാണ്, ഇത് എറർ മാർജിൻ ആണ്, ഈ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് കൺസിസ്റ്റന്റ് വിത്ത് ഇക്വലൻസ് പ്രിൻസിപ്പിൾ. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വീഴുന്ന ഫോട്ടോണുകൾക്ക് ഫ്രീക്വൻസി ഇൻക്രീസ് ഉണ്ടാകും എന്നുള്ളത് എക്സ്പെരിമെന്റലായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതേ കാര്യം ഐൻസ്റ്റൈൻ്റെ ഒരു പ്രഡിക്ഷൻ പല പല എക്സ്പെരിമെന്റ്സിലും കൺഫേം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സാറ്റലൈറ്റിൽ നിന്ന് എർത്തിലേക്ക് വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നവരുടെ, ഓക്കെ, അല്ലെങ്കിൽ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള അറ്റോമിക് ക്ലോക്സ് ഉപയോഗിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ഒരു എഫക്റ്റ് നിരീക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്ന് നമുക്ക് തോന്നും, വളരെ ചെറിയ ഒരു മാറ്റമല്ലേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ നിങ്ങളെല്ലാവരും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫോണിലൊക്കെ വഴി കണ്ടുപിടിക്കാൻ? ഓക്കെ, അപ്പോൾ ഇത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് എർത്തിലേക്കും അല്ലെ നമ്മുടെ GPS ഉപകരണത്തിലേക്കും തിരിച്ചും എല്ലാം സിഗ്നൽസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ സിഗ്നൽസിന് ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം കണക്കിലെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന വഴി തെറ്റിപ്പോകും. റൈറ്റ്, നമ്മുടെ ലൊക്കേഷനൊക്കെ വളരെ ഇൻഅക്യുറേറ്റ് ആയി പോകും. റൈറ്റ്, ഇത് ചെറിയ എഫക്റ്റ് ഒന്നുമല്ല. അതായത് ഈ ഒരു ജനറൽ റിലേറ്റിവിറ്റിയുടെ പ്രഡിക്ഷൻ ആയിട്ടുള്ള ഫ്രീക്വൻസി ഷിഫ്റ്റ് നമ്മൾ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ 10 കിലോമീറ്റർ വരെ മിസ്റ്റേക്കിലേക്ക് തെറ്റ് വരും നമ്മുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ ഈ ഐൻസ്റ്റൈൻ്റെ ഒരു പ്രഡിക്ഷൻ വളരെ ചെറുതാണെങ്കിലും, നമ്മൾ നമ്പേഴ്സ് നമുക്ക് വളരെ ചെറുതാണെങ്കിലും GPS പോലുള്ള കാര്യങ്ങളിൽ ഈ കാര്യം കണക്കിലെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഫ്രാക്ഷണൽ ഫ്രീക്വൻസി ഷിഫ്റ്റിന് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഇതാണ്: ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫ് ഈസ് ഈക്വൽ ടു GH ഡിവൈഡഡ് ബൈ C². ഓൾറൈറ്റ്, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ദിസ് GH എന്ന് പറയുന്ന ഫാക്ടർ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി the difference in the gravitational potential between source and the detector. ഇത് GH എന്ന് പറയുന്നത് it's the difference in gravitational potential between source and the detector. Okay, gravitational potential എന്ന് പറയുന്നത് potential energy per unit mass എന്നുള്ളത് തന്നെയാണ്. Alright, അപ്പോൾ difference in gravitational potential എന്ന് പറയുന്നത് h എന്നുള്ള ഹൈറ്റിലുള്ള potential energy നമ്മൾ mgh എന്നാണ് എഴുതുന്നത്. Alright, അപ്പോൾ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന potential എന്ന് പറയുന്നത്
mgh divided by m മൈനസ് ഡിറ്റക്ടർ ഉള്ള സ്ഥലത്തുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ 0 ആണ്. എർത്തിന്റെ സർഫസിൽ നമ്മൾ 0 ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ബൈ കൺവെൻഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഡിവൈഡഡ് ബൈ എം. സോ ദിസ് ഇസ് ഈക്വൽ ടു gh. റൈറ്റ്, അതായത് ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്ന ഈ ഫാക്ടർ gh എന്നുള്ള ഫാക്ടർ ആക്ച്വലി സോഴ്സ് ഇരിക്കുന്ന സ്ഥലത്തെയും ഡിറ്റക്ടർ ഇരിക്കുന്ന സ്ഥലത്തെയും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. റൈറ്റ്, അതുകൊണ്ട് ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ദ ഡിറ്റക്ടർ. ഇത് സോഴ്സ് ഇരിക്കുന്ന സ്ഥലത്തുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മൈനസ് ഡിറ്റക്ടർ ഇരിക്കുന്ന സ്ഥലത്തുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇങ്ങനെ നമുക്ക് ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫിനെ എഴുതാം. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് കൺസിഡർ ലൈറ്റ് ലീവിംഗ് ദ സർഫസ് ഓഫ് എ സ്റ്റാർ ഓഫ് മാസ് ക്യാപിറ്റൽ എം. അതായത് സോഴ്സ് ഒരു ക്യാപിറ്റൽ എം മാസ് ഉള്ള ഒരു സ്റ്റാർ ആണ്. റൈറ്റ്, ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ആർ. റൈറ്റ്, അപ്പോൾ സോഴ്സിന്റെ സ്ഥാനത്തുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സോഴ്സ്, ഇത് സ്റ്റാറിന്റെ ആണ്. റൈറ്റ്, ഇത് നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി പ്രകാരം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓൺ ദ സ്റ്റാർ എന്ന് പറയുന്നത് മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ ആണ്. വേർ ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ സ്റ്റാർ. റൈറ്റ്, ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാറിന്റെ സർഫസിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ സർഫസിലെ പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരുമ്പോഴുള്ള വർക്ക് ഡൺ. റൈറ്റ്, ഇതിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വർക്ക് ഡൺ വെൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അതിനെയാണ് ആ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. റൈറ്റ്, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. യു വിൽ സീ ദാറ്റ് the gravitational potential at the surface of the star is minus gm divided by capital R. Okay, നിങ്ങൾ ഇങ്ങനെയായിരിക്കും ചെയ്യുക, ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ ആർ. റൈറ്റ്, ഇൻഫിനിറ്റിയിൽ നിന്ന് ക്യാപിറ്റൽ ആർ എന്നുള്ള പോയിന്റിലേക്ക്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ആർ ആണ് സ്റ്റാറിന്റെ റേഡിയസ്, അപ്പോൾ അതിന്റെ സർഫസിനെയാണ് ക്യാപിറ്റൽ ആർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. പക്ഷേ എം യൂണിറ്റ് മാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഇറ്റ് ആസ് ജി എം ഡിവൈഡഡ് ബൈ r square dr. ഓക്കെ, സോറി, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എന്നുള്ളതിന് വേരിയബിൾ ആണ്. വിൽ റൈറ്റ് ഇറ്റ് ആസ് സ്മോൾ ആർ സ്ക്വയർ dr. റൈറ്റ്, ഇങ്ങനെയാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാറിന്റെ സർഫസിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരുമ്പോഴുള്ള വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, യു ക്യാൻ ഇന്റഗ്രേറ്റ് ദിസ് ഈസിലി ആൻഡ് ഷോ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് ഓഫ് ദ സ്റ്റാർ ഇസ് മൈനസ് ജി എം ബൈ ആർ. അതേസമയം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് നമുക്ക് 0 ആയിട്ട് എടുക്കാം, കാരണം നെഗ്ലിജിബിൾ ആണ്. നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത് എർത്തിനേക്കാളും വളരെ വളരെ മാസീവ് ആണ്. അപ്പോൾ സ്റ്റാറിന്റെ മുകളിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ എർത്തിന്റെ സർഫസിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നെഗ്ലിജിബിൾ ആണ്. വിൽ ടേക്ക് ഇറ്റ് ആസ് 0. റൈറ്റ്, അപ്പോൾ ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈ കേസിൽ വരുന്നത് എന്താണ്? മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ ആണ്. ഓക്കെ, ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വരുന്നത് മൈനസ് ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളതാണ്. Right, so we get the expression for delta F divided by F is equal to difference in gravitational potential between the source and the surface, source and the detector. Alright, source into minus gm by r, detector under 0. Earthilana detector ulladu. Okay, so we are looking at a light coming from a distant star. Alright, so you can write as minus gm divided by r divided by c square. Okay, or minus gm divided by rc square. അതായത് സ്റ്റാറിന്റെ സർഫസിൽ ക്യാപിറ്റൽ എം മാസും ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സ്റ്റാറിന്റെ സർഫസിൽ നിന്ന് എർത്തിലേക്ക് വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സി സ്ക്വയർ. റൈറ്റ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈനസ് ആണ് കാണുന്നത്, വിച്ച് മീൻസ് ദാറ്റ് ദ ഫ്രീക്വൻസി ഡിക്രീസസ്. ഡെൽറ്റ എഫ് ക്യാൻ ബി മൈനസ്, ദിസ് മീൻസ് ദാറ്റ് ഫ്രീക്വൻസി ഡിക്രീസസ്. ഓക്കെ, അതായത് സ്റ്റാറിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ലൈറ്റ്, നമ്മുടെ ഭൂമിയുടെ നേരെ വരുന്ന ലൈറ്റിന് ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ലൂസസ് എനർജി ഇൻ എ സെൻസ്. സോ അതിന് എനർജി വേണം. അതായത് സ്റ്റാറിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ മറികടക്കണമെങ്കിൽ ഫോട്ടോൺ ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഫോട്ടോണിന് എനർജി വേണം. സോ ഇറ്റ് ലൂസസ് സം എനർജി. റൈറ്റ്, എനർജി നഷ്ടപ്പെടുക ഫ്രീക്വൻസി കുറയുക എന്നാണ് അർത്ഥം. റൈറ്റ്, ഫ്രീക്വൻസി കുറയുക എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ്.
ഓക്കെ, കാരണം വേവ് ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് photons climbing out of a star's gravitational field lose energy and are therefore shifted to smaller frequencies or longer wavelengths. Okay, ഇതിനാണ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് അഗൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ നേരിട്ട് ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ കാരണം സ്റ്റാറിന് ഉള്ള ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, യൂഷ്വലി നമ്മൾ എർത്തിൽ നോക്കുമ്പോൾ സ്റ്റാറിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഈ മൂവ്മെന്റ് കാരണമുള്ള റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ട്, റിലേറ്റീവ് മൂവ്മെന്റ് കാരണം. ഈ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ജനറലി ഗ്രാവിറ്റേഷണൽ ഷിഫ്റ്റിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ ഐസൊലേറ്റ് ചെയ്ത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഓക്കെ, അതുപോലെ ഇത് മാത്രമല്ല ഉള്ളത്, ഈ സർഫസ് ഓഫ് സ്റ്റാറിന്റെ സർഫസിന്റെ അടുത്തുള്ള ആറ്റംസിന്റെ ഒരു തേർമൽ മോഷൻ ഉണ്ട്. ഈ ആറ്റംസ് ആണല്ലോ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേർമൽ മോഷൻ കാരണവും അതിന്റെ എഫക്റ്റും ഉണ്ടാവും. ഈ സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റിൽ അതിന്റെ ആ മൂവ്മെന്റ് കാരണമുള്ള എഫക്റ്റും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ എഫക്ട്സിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് മാത്രം മെഷർ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ എന്നിരുന്നാലും ചില സ്റ്റാർസിന്റെ കാര്യത്തിൽ ഈ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് നമ്മൾ ആക്ച്വലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ സംതിങ് ദാറ്റ് ഈസ് കൺഫേംഡ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ കണ്ടത് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് essentially the same as gravitational time dilation. Okay, gravitational time dilation. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഫുൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ചിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. വി ഹാവ് ജസ്റ്റ് യൂസ്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ശരിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷണങ്ങളിലൂടെ ശരിവെക്കപ്പെട്ടിട്ടുള്ളതാണ്. സോ ദിസ് മീൻസ് ദാറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ഈസ് കറക്റ്റ് ആക്ച്വലി. Alright, it's confirmed experimentally. Right? ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ ഫണ്ടമെന്റൽ പോസ്റ്റുലേറ്റിന്റെ ചില കോൺസിക്വൻസസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. റൈറ്റ്, അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസിൽ നിന്ന് ഐൻസ്റ്റൈന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, ഐൻസ്റ്റൈന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണെന്ന് വീണ്ടും വളരെ ബ്രീഫായിട്ടും വളരെ സിമ്പിളായിട്ടും മാത്രം നമ്മൾ കാണുന്നുള്ളൂ. ആക്ച്വലി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കണമെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്സ് കുറച്ച് ഫോർമഡബിൾ ആണ്. സോ യു നീഡ് ടു ലേൺ എ ലിറ്റിൽ ബിറ്റ് ഓഫ് മാത്തമാറ്റിക്സ് ബിഫോർ ട്രൈങ് ടു ലേൺ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല, സിലബസിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടില്ല. വിൽ ജസ്റ്റ് ഹാവ് ആൻ ഓവർവ്യൂ ഓഫ് ദ തിയറി. സോ വിൽ സീ ദാറ്റ് അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല, പകരം ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണ് എന്നുള്ളതാണ്, അല്ലെ സ്പേസ് ടൈമിന്റെ ജിയോമെട്രി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.